പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 4-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 30-ാം വാക്യം. 2 കിങ്സ് ചാപ്റ്റർ 4 വേഴ്സ് 30 നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോട് കൂടെ പോയി. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം ഏലിശായുടെ ജീവിതത്തിലെ മറ്റൊരു വലിയ നാഴികക്കല്ലായി മാറി എന്ന് വായിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അറിവുള്ളതാണല്ലോ. ഇതാ ഏലിശായും ഗേഹസിയും ശൂനേമിൽ കൂടെ കടന്നു പോകുമ്പോൾ ധനികയായ ഒരു സ്ത്രീ ഈ ദൈവദാസന്മാരെ തന്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിക്കുകയും അവിടെ അവർക്ക് താൽക്കാലികമായി താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് പലപ്പോഴായപ്പോൾ പ്രവാചകൻ തന്റെ ദാസനോട് ചോദിക്കുന്നു, ഇവർക്ക് എന്താണ് ആവശ്യം? അവൾ ധനികയായ സ്ത്രീയാണ്, പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. എന്നാൽ ആ ഭവനത്തിന്റെ കുറവ് അറിഞ്ഞ് അവളോട് പറയുന്നു, അടുത്ത വർഷം നീ ഒരു മകനെ അണച്ചുകൊള്ളും. പറഞ്ഞതുപോലെ തന്നെ ഒരു പൈതലിനെ കിട്ടി. പൈതൽ വളർന്നു. എന്നാൽ നാം വായിക്കുന്നു, ആ പൈതല് തന്റെ പിതാവിനോട് ഇതാ വയലിൽ വെച്ച് എന്റെ തല എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലാകുകയും ബാല്യക്കാരോട് പറഞ്ഞ് പിതാവ് ആ പുത്രനെ അമ്മയുടെ അടുക്കൽ എത്തിക്കുകയും ചുരുങ്ങിയ സമയം കൊണ്ട് ആ പൈതൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ആ അമ്മ നെഞ്ചത്തടിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ഒന്നും ഉണ്ടാക്കാതെ ആ പൈതലിനെ ആ ദൈവദാസന്റെ മുറിയിൽ കൊണ്ട് കിടത്തിയിട്ട് തന്റെ ബാല്യക്കാരനോട് പറഞ്ഞ് കഴുതയ്ക്ക് കോപ്പിട്ട് അതിവേഗം പ്രവാചകൻ ഇരിക്കുന്ന കർമ്മേലിൽ എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ദൈവദാസൻ ഇത് അറിഞ്ഞ് തന്റെ ദാസനെ വിട്ട് ചോദിക്കുന്നു, സുഖം തന്നെയോ? ഭർത്താവ് സുഖമായിരിക്കുന്നുവോ? മകൻ സുഖമായിരിക്കുന്നുവോ? അവൾ സുഖം തന്നെ എന്ന് പറയുന്നുവെങ്കിലും ഒരമ്മയുടെ ഉള്ളം നീറുകയാണ്. ചുരുക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ പ്രവാചകൻ തന്റെ ദാസനായ ഗേഹസിയോട് പറയുകയാണ്, നീ അരമുറുക്കി എന്റെ വടിയും എടുത്തുകൊണ്ട് വേഗം ചെല്ലുക, വഴിയിൽ ആരോടും വന്ദനം പറയരുത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അമ്മ അഥവാ ശൂനേംകാരത്തി ഏലിശ പ്രവാചകനോട് പറയുന്ന വാക്കുകൾ. ഇന്നത്തെ 30-ാം വാക്യമായ വാഗ്ദത്ത വചനം നാം അല്പം മുമ്പേ വായിച്ചു കേട്ടത്. പ്രവാചകനോട് പറയുകയാണ്, യഹോവയാണ്, എന്റെ ജീവനാണ്, നിന്നെ ഞാൻ വിടുകയില്ല. കാരണം ഈ ഒരു ദാസനെ വിട്ടുള്ള വിടുതലല്ല എനിക്ക് വേണ്ടത്. നീ വന്ന് എനിക്ക് എന്റെ പൈതലിനെ മടക്കി തരണം. ഞാൻ നിന്നോട് ചോദിച്ചിട്ടല്ല നീ എനിക്കൊരു കുഞ്ഞിനെ പ്രവചിക്കുകയും ദൈവം തരികയും ചെയ്തത്. ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്നും തിരിച്ചെടുത്തിരിക്കുന്നു. അതിന് പ്രതിവിധി നീ തന്നെ കാണണം. അത് എനിക്ക് നിന്നിൽ കൂടെ കിട്ടണം. അത് കിട്ടാതെ നീ വരാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇത് കേട്ട ഏലിശ പ്രവാചകന് ഒരു കാര്യം ബോധ്യമായി, ഇനിയും തന്റെ മറുപടിക്കോ തന്റേതായ ന്യായങ്ങൾക്കോ സ്ഥാനമില്ല. നാം ആ വാക്യം അവസാനിപ്പിക്കുന്നത്, അങ്ങനെ ഏലിശ
അവളോട് കൂടെ പോയി. ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസംഭവ്യങ്ങളാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആര് നോക്കിയാലും ഇനി എന്തെല്ലാം ചെയ്താലും ഇത് നടക്കുകയില്ല, ഇത് ലഭിക്കുകയില്ല, വിജയിക്കുകയില്ല, എന്റെ കുടുംബത്തിൽ ഇത് സാധ്യമല്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല എന്ന് നാം തന്നെ അവസാന വാക്ക് ചൊല്ലി വിധി എഴുതി സ്വയം ശപിച്ച് സ്വയം അതിന്മേലൊരു തീർപ്പ് കൽപ്പിച്ച് ഒതുങ്ങിക്കൂടുന്നവരായി തീരാറുണ്ട്. അങ്ങനെയുള്ളവരോട് ഇന്നത്തെ വാഗ്ദത്ത വചനം വ്യക്തമായി ഈ ശൂനേങ്കാരി എന്ന ധനികയായ അമ്മ വിശ്വാസത്തിന്റെ ആഴത്തിൽ പറയുകയാണ്, നിന്നെ ഞാൻ വിടുകയില്ല, നീ എന്റെ വിഷയത്തിന് പരിഹാരം കാണണം. അതെ പ്രിയമുള്ളവരെ, മേൽ പ്രസ്താവിക്കപ്പെട്ടതുപോലെ നടക്കാത്തതും അസാധ്യവും ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതുമായ നിരവധി പ്രശ്നങ്ങളുടെ മധ്യയാണോ താങ്കൾ ഇന്ന് നിലകൊള്ളുന്നത്? മുൻപോട്ട് നോക്കുമ്പോൾ ആശയ്ക്ക് ഒരു വഴിയുമില്ല. ചുറ്റുപാടും പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വീട്ടുകാർ, സ്വന്തക്കാർ, കൂട്ടുകാർ, പ്രിയപ്പെട്ടവർ, കൂട്ടായ്മക്കാർ എല്ലാവരും കൈവിട്ടു. എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാണ്. നിങ്ങൾക്ക് എല്ലാരും എതിരാണ്, വിപരീതമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ചെയ്യേണ്ടത് ഒരു കാര്യം, ഒരു താൽക്കാലിക സൊല്യൂഷന്, അമിക്കബിൾ സൊല്യൂഷന് തയ്യാറാകാതെ ശാശ്വത പരിഹാരമായി കർത്താവിനോട് പറയുക, കർത്താവേ, അവിടുന്ന് എന്റെ ഈ വിഷയത്തിന് പരിഹാരം തന്നേ മതിയാകൂ. ഞാൻ അങ്ങയുടെ പൈതലാണ്, ഞങ്ങളുടെ കുടുംബം അങ്ങയുടെ കുടുംബമാണ്. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി, അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇതിന് അവിടുന്ന് പ്രതിക്രിയ ചെയ്തിരിക്കണം, ഇതിന് പ്രതിവിധി കണ്ടിരിക്കണം. ഒരു ഗേഹസി വന്ന് താൽക്കാലിക വിടുതൽ തരേണ്ട കാര്യമല്ല ഇത്, മറിച്ച് ഇറങ്ങി വരേണ്ടവൻ ഇറങ്ങി വന്നേ മതിയാവൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റിവെച്ചത്, തള്ളിക്കളഞ്ഞത്, അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നേക്കുമായി മറക്കാൻ ശ്രമിക്കുന്നത്, മൂലയിൽ നിന്നും എന്നേക്കുമായി തട്ടിക്കളഞ്ഞിരിക്കുന്നത്, അവയെ നോക്കി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പറ, അത് നടക്കും. ആ വിടുതൽ ഉണ്ടാകും. എന്റെ കുഞ്ഞിന് ഉയർന്ന വിജയം ലഭിക്കും, ഉയർന്ന അഡ്മിഷൻ ലഭിക്കും, ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരും, ജോലി ലഭിക്കും, വിസ ലഭിക്കും, പ്രതികൂലങ്ങൾ മാറും, എന്നെ പിന്നെയും പിന്നെയും പിന്തുടർന്ന് പിടിക്കുന്ന രോഗത്തിന്റെ ദുഷ്ടശക്തികൾ വിട്ടുപോകും. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് കർത്താവിൽ നിന്നും വിടുതൽ പ്രാപിക്കുക. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാവട്ടെ. നിങ്ങൾ ആശിക്കുന്ന ശുഭഭാവി പ്രാപിക്കുവാൻ ഈ ശൂനേങ്കാരത്തി സ്ത്രീ പ്രവാചകനോട് പറഞ്ഞതുപോലെ ദൃഢനിശ്ചയത്തോടെ, ഉത്തമമായ തീരുമാനത്തോടെ, അതിലേറെ ആഴമേറിയ ആശ്രയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. നിശ്ചയമായും ഒരു വിധത്തിലും എലിശ പ്രവാചകൻ പോകുവാൻ തീരുമാനിക്കാതിരുന്നയിടത്ത് പ്രവാചകന്റെ തീരുമാനം മാറ്റി പ്രവാചകൻ അവളോട് കൂടെ പോയെങ്കിൽ എന്റെയും നിങ്ങളുടെയും എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിച്ച് ഇന്നത്തെ ദിനം അനുഗ്രഹമായി തീർക്കുവാൻ കർത്താവ് മതിയായവനാണ്. പക്ഷേ ഞാനും നിങ്ങളും എപ്രകാരമാണ് ആവശ്യബോധത്തോടെ അടുത്ത് ചെല്ലുന്നതും അപേക്ഷിക്കുന്നതും അതനുസരിച്ച് എനിക്ക് നിങ്ങൾക്കും വിടുതലുണ്ടാവും. ഇന്നത്തെ ദിനം ആ നിലയിൽ വിടുതൽ പ്രാപിച്ച് അനുഗ്രഹത്തോടെ കർത്താവിനെ സേവിപ്പാനും നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളൊക്കെ മാറി അനുകൂലകനായ കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ മുന്നേറുവാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു വീക്കെൻഡിലേക്ക് ഞങ്ങളെ അവിടുന്ന് പ്രവേശിപ്പിച്ചല്ലോ. ശൂനേംകാരത്തി സ്ത്രീ തന്റെ മകന്റെ മരണവാർത്ത മറ്റാരോടും പറയാതെ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിയെത്തിയപ്പോൾ പ്രവാചകൻ അതിനൊരു പ്രതിവിധി കണ്ടുവെങ്കിൽ അതിൽ തൃപ്തിയാകാതെ താൻ പ്രവാചകനെ നിർബന്ധിച്ച് തന്റെ വിടുതലിനു വേണ്ടി ആഗ്രഹിച്ചതുപോലെ ഈ നാളുകളിൽ ഞങ്ങൾ താൽക്കാലിക വിടുതലോ ഉപശാന്തിയിലോ ഞങ്ങൾ തൃപ്തി അടയാതെ കർത്താവിൽ നിന്നും പരിപൂർണ വിടുതൽ, നിത്യമായ വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വലിയ ആഹ്വാനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രതികൂലങ്ങൾ മാറി, പ്രതിബന്ധങ്ങൾ മാറി, പ്രശ്നങ്ങൾ മാറി അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവവചനം കേൾക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം ഈ ശൂനേംകാരത്തി പ്രാപിച്ച വിടുതൽ ഞങ്ങളും പ്രാപിച്ച് അങ്ങേക്ക് വേണ്ടി ഉത്തമ സാക്ഷികളായി നിലകൊള്ളുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നാം പിന്തിരിഞ്ഞു പോകരുത്. ഒരു താൽക്കാലിക ശാന്തി വരുമ്പോൾ നിത്യമായ വിടുതലിനെ മറന്ന് താൽക്കാലികത്തിന്റെ പിന്നാലെ ഓടിപ്പോകരുത്. അതെ, നമുക്ക് നിത്യമായ വിടുതലും രക്ഷയും ലഭ്യമാകുന്നത് കർത്താവിൽ മാത്രമാണ്. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ഉറച്ച തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരിക. നിശ്ചയമായും കർത്താവ് നമ്മുടെ നിലവിളിയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാവട്ടെ. അവ പ്രാപിച്ച് കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.